ഹായ്, ഇന്നത്തെ ഫംഗ്ഷൻ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഈ വർഷം 2025 സ്നേക്ക് ഇയറിൽ നമുക്ക് വെൽത്ത് ലക്ക് ഉണ്ടാക്കുന്നതിനും നമ്മളിലേക്ക് കൂടുതൽ വെൽത്ത് ലക്ക് അട്രാക്ട് ചെയ്യുന്നതിനും കരിയർ ഗ്രോത്തും അങ്ങനെയുള്ള കാര്യങ്ങളും അബണ്ടൻസും പ്രോസ്പെറിറ്റി ഒക്കെ അട്രാക്ട് ചെയ്യുന്നതിന് നമുക്ക് ഈ വർഷം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 19th വരെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള 6 ഫംഗ്ഷൻ ടിപ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വർഷം പ്രോസ്പെറിറ്റി സ്റ്റാർ വരുന്നത് ഈസ്റ്റിലാണ് എന്ന് നമുക്കറിയാം. നമ്പർ 9 എന്ന് പറഞ്ഞ പ്രോസ്പെറിറ്റി സ്റ്റാർ വരുന്നത് ഈസ്റ്റിലാണ്. അപ്പോൾ ഈ ഈസ്റ്റ് റൂം ഏറ്റവും വൃത്തിയാക്കി സൂക്ഷിക്കണം എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈസ്റ്റ് ചിലപ്പോൾ കിച്ചണും അങ്ങനെയൊക്കെ ആയിരിക്കും. ഏത് റൂമാണെങ്കിലും നമ്മളത് ഏറ്റവും മാക്സിമം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ അവിടെ 3 killings വരുന്നുണ്ട് ഈ വർഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഒച്ചപ്പാടും ബഹളവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആ റൂമിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റുക. ഏറ്റവും പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള റൂമാക്കി മാറ്റുക. അതുപോലെ ഈ നമ്പർ 9 എന്ന് പറയുന്ന ആ ഒരു നമ്പർ നമ്മളിലേക്ക് കൂടുതൽ അബണ്ടൻസും പ്രോസ്പെറിറ്റിയും കൂടുതൽ ഓപ്പർച്യൂണിറ്റിയിലാക്കും ഒക്കെ കൊണ്ടുവരുന്ന ഒന്നാണ്. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ വെക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. ഈതർ അതിൻ്റെ സ്റ്റാച്ചു, അത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സ് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അതും നമുക്ക് ആ റെസ്പെക്റ്റീവ് ഏരിയാസിൽ യൂസ് ചെയ്യാം. ആദ്യം വെക്കേണ്ട ഒരു കാര്യം വിന്നിങ് സ്ട്രീക്ക് അല്ലെങ്കിൽ ഷുവർ വിൻ കോയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 9 യുണീക്ക് ആയിട്ടുള്ള കോയിൻസിൻ്റെ സ്റ്റാച്ചു, ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പിക്ചറാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പിക്ചറാണ് കാണിക്കുന്നത്, അതിൻ്റെ ഫ്രണ്ടും ബാക്കും കാണിക്കുന്നുണ്ട്. വിഷ് ഗ്രാൻറ്റിംഗ് മന്ത്ര ഓരോ കോയിൻസിൻ്റെ ചുറ്റും എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടും ബാക്കും ഇതിൻ്റെ 2 സൈഡും നമുക്ക് പ്രിന്റ് എടുത്തിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അങ്ങനെ അത് ചെയ്യുമ്പോൾ നമ്മളുടെ ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കൂടുതൽ പ്രോസ്പെറിറ്റിയിലൊക്കെ അത് അട്രാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 9 ഡ്രാഗൺസ്, ചെറിയ ഡ്രാഗൺസിൻ്റെ സ്റ്റാച്ചു വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഈസ്റ്റിൽ വെക്കുന്നത് ഈ സ്നേക്ക് ഇയറിൽ അത് ഒന്നും കൂടെ ഓസ്പീഷ്യസ് ആണ്. കാരണം സ്നേക്ക് ആൻഡ് ഡ്രാഗൺ എന്ന് പറയുമ്പം രണ്ടും മാജിക് ആൻഡ് മിസ്റ്റിസിസം എന്ന് പറയും. ഹൗസ് ഓഫ് മാജിക് ആൻഡ് മിസ്റ്റിസിസം പെട്ട 2 ആനിമൽസ് ആണ് ഡ്രാഗൺ ആൻഡ് സ്നേക്ക്. അപ്പോൾ സ്നേക്ക് ഇയർ ആയതുകൊണ്ട് തന്നെ 9 ഡ്രാഗൺസിൻ്റെ സ്റ്റാച്ചു അല്ലെങ്കിൽ പിക്ചർ വീടിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഈസ്റ്റിൽ വെക്കുന്നത് നല്ലതാണ്. എസ്പെഷ്യലി അതൊരു വലിയ പ്രോപ്പർട്ടി ആണെങ്കിൽ, വലിയൊരു ബിൽഡിംഗ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതല്ല ചെറിയ സ്പേസ് ഒക്കെ ആണെങ്കിൽ പിക്ചർ മാത്രം വെച്ചാൽ മതിയാവും. ഇനി അടുത്ത വെൽത്ത് സ്റ്റാർ വരുന്ന ഏരിയ സൗത്ത് വെസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റ് ഏരിയ മാട്രിയാർക്കിൻ്റെ ഏരിയ ആണെന്ന് നമുക്കറിയാം. അവിടെ നമ്പർ 8 ആണ് വരുന്നത്. അപ്പോൾ അവിടെ അത് എൻഹാൻസ് ചെയ്യാൻ നമുക്ക് വെക്കാവുന്ന ഒരു സ്റ്റാച്ചു കൗ ആൻഡ് കാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റാച്ചു മിക്കവരുടെ വീട്ടിലുള്ള ഒരു സ്റ്റാച്ചു ആണ് ഈ കൗ ആൻഡ് കാഫിൻ്റെ സ്റ്റാച്ചു. അപ്പോൾ 2025 ഈ സ്റ്റാച്ചു വെക്കേണ്ട ലൊക്കേഷൻ ഏതാണ്? ലിവിംഗ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ. അതല്ലെങ്കിൽ നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്ന സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡെത്ത് സൈഡ് ടേബിളിൽ വെക്കാം. അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് ഏരിയയിൽ വെക്കുന്നത് കൂടുതൽ റിസോഴ്സസ് ലക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് മേക്കിംഗ് കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്യുക, ഫൈനാൻഷ്യൽ സക്സസ് കൊണ്ടുവരിക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആണ്. എസ്പെഷ്യലി വീട്ടമ്മമാർക്ക് അതല്ലെങ്കിൽ മെച്ചുവേർഡ് ആയിട്ടുള്ള വിമൻ, നിങ്ങൾക്കത് കൂടുതലും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളിലേക്ക് കൂടുതൽ വെൽത്ത് ലക്ക് കൊണ്ടുവരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഷീപ്പ് ആൻഡ് മങ്കി ആനിമൽ സൈനിൽ ജനിച്ചവർക്കും ഈ സൗത്ത് വെസ്റ്റിലെ നമ്പർ 8 വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതലും വെൽത്ത് ലക്ക് ആൻഡ് അബണ്ടൻസിനൊക്കെ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് സൗത്ത് വെസ്റ്റിൽ വെക്കുന്നത് കൂടുതലും നല്ലതാണ്. ജനറലി എല്ലാവർക്കും വെക്കാവുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് വൈറ്റ് ജംബാല. വൈറ്റ് ജംബാലയുടെ പിക്ചർ അല്ലെങ്കിൽ സ്റ്റാച്ചു. ഇതും നമ്മൾ വെക്കേണ്ട ലൊക്കേഷൻ സൗത്ത് വെസ്റ്റ് ആണ്. ലിവിംഗ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റിൽ വെക്കാം. യൂഷ്വലി നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റാച്യൂസ് ബെഡ്റൂമിൽ വെക്കില്ല. അപ്പോൾ ലിവിംഗ് റൂമിൽ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള സൗത്ത് വെസ്റ്റ് ഏരിയാസിൽ വെക്കാം. മറ്റൊരു സ്റ്റാച്ചു അല്ലെങ്കിൽ പിക്ചർ വെക്കാവുന്നത് വെൽത്ത് ഗോഡിൻ്റെ സ്റ്റാച്ചു. അതിനോടൊപ്പം തന്നെ റൂയി എന്ന് പറഞ്ഞിട്ടുള്ള കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റാച്ചുവും അതുപോലെ നമുക്ക് ഡ്രാഗൺ ടോട്ടോയ്സിൻ്റെ സ്റ്റാച്ചു അല്ലെങ്കിൽ പിക്ചറൊക്കെ ഈ വെൽത്ത് ഗോഡിൻ്റെ സ്റ്റാച്ചു അല്ലെങ്കിൽ പിക്ചറിൻ്റെ കൂടെ നമുക്ക് സൗത്ത് വെസ്റ്റിൽ വെക്കുമ്പോഴും ഈ നമ്പർ 8 എന്ന് പറയുന്ന വെൽത്ത് ലക്ക് സ്റ്റാറിനെ എൻഹാൻസ് ചെയ്യുന്നതിനും അതിലൂടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ലക്കൊക്കെ നമ്മളിലേക്ക് വരുന്നതിനും അത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് 2025 വിൻഡ്ഫോൾ ലക്ക് വരുന്ന ഏരിയ സൗത്ത് ആണ്. ഹെവൻ സ്റ്റാർ 6 വരുന്ന ഏരിയ സൗത്ത് ആണ്. അല്ലെങ്കിൽ അതിനെ ബിഗ് ഓസ്പീഷ്യസ് സ്റ്റാർ എന്നും പറയാം. വിൻഫോൾ ലക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സക്സസ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വെൽത്ത് ലക്ക്, പെട്ടെന്ന് നമ്മൾക്ക് ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ടാവുക, വലിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് വരിക, അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള മെൻറ്റേഴ്സ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് നമുക്ക് അവർ വഴി എന്തെങ്കിലുമൊക്കെ വിൻഫോൾ ലക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാവുന്ന 1-2 സ്റ്റാച്യൂസ് എന്ന് പറയുന്നത് എലിഫൻറ്റിൻ്റെ മുകളിലുള്ള ലേഡി ബുദ്ധയുടെ ഒരു സ്റ്റാച്ചുവും അതുപോലെ പിക്സി അല്ലെങ്കിൽ പിയാവിൻ്റെ സ്റ്റാച്ചു. നമ്മളിപ്പോൾ ഹോങ്കോങ്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വെൽത്ത് മേക്കിംഗ് ലക്കിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വെൽത്ത് ലോസ് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് പിക്സി അല്ലെങ്കിൽ പിയാവ്. അപ്പോൾ പിയാവ് സ്റ്റാച്ചു നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗോൾഡിനോ വൈറ്റ് കളറിലൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ അതിനൊരു റെഡ് പെയിൻറ്റ് കൊടുത്തിട്ട് വെക്കുന്നതും സൗത്തിലായതുകൊണ്ടാണ് റെഡ് വെക്കുന്നത്. അപ്പോൾ ഈ 2 സ്റ്റാച്യൂസ് നമ്മൾ സൗത്തിൽ വെക്കുന്നത് നല്ലതാണ്. ഇനി 2025 പാച്ചി ചാർട്ട് നോക്കുകയാണെങ്കിൽ
മെറ്റൽ എലമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ മിസ്സിംഗ് എലമെൻറ്റ് നമ്മൾ യൂസ് ചെയ്താൽ നമ്മളത് കൂടുതൽ ലക്കി ആക്കും എന്നാണ്. അപ്പോൾ നമുക്കറിയാം മിസ്സിംഗ് എലമെൻറ്റ് മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട, മലയാളീസ് അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ കയ്യിൽ ഒരുപാട് അവർ യൂസ് ചെയ്യുന്നതാണ് നോർമലി. അപ്പോൾ അതുപോലെ തന്നെ ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ അങ്ങനെയൊക്കെയുള്ള മെറ്റാലിക് കളേഴ്സിലുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉപയോഗിക്കുന്നതും ഡ്രസ്സ് ഇടുന്നതും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ കളറിലുള്ള വാലറ്റ്സോ ബാഗ്സോ ഒക്കെ എന്തെങ്കിലും അൽമാരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൊടി തട്ടിയെടുത്ത് ഈ 2025 ഉപയോഗിക്കുന്നതും നമ്മളെ കൂടുതൽ അത് ലക്കി ആക്കാനും നമ്മളെ കൂടുതൽ ഫൈനാൻഷ്യലി ബെറ്റർ ആക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു കാര്യം ഫയർ എനർജി. നമ്മൾ പറഞ്ഞു ഹിഡൻ വെൽത്ത് ലക്കാണ് 2025 കൂടുതലും. അപ്പോൾ ഈ ഹിഡൻ വെൽത്ത് ലക്ക് ഡയറക്റ്റ് വെൽത്ത് മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കില്ല, ഹിഡൻ വെൽത്ത് ലക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ് ഫയർ എലമെൻറ്റ് ഈ വർഷം. അപ്പോൾ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഒരു കാര്യമാണ്. എന്നാലും 2025 റെഡ് കളറിലുള്ള സോക്സ് കാലിലിടുന്നത് നമ്മൾ കൂടുതൽ ലക്കി ആക്കും എന്ന് പറയും. ഫയർ എലമെൻറ്റ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ലിവിങ് സ്പേസസിലൊക്കെ നമുക്ക് റെഡ് കളറിലുള്ള എന്തെങ്കിലും കുഷ്യൻസ് അല്ലെങ്കിൽ ത്രൂ പില്ലോസ് ഒക്കെ ഇടുന്നതും കൂടുതൽ ലക്കി ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും. ഇനി വേറൊരു കാര്യം 2025 ഈ സ്നേക്ക്, ടൈഗർ ആൻഡ് ബോർ എന്ന് പറയുന്ന 4 എലമെൻറ്റ് ക്രോസ് ആനിമൽസിനെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ആനിമലാണ് മങ്കി. അപ്പോൾ ഈ മങ്കി സ്റ്റാച്ചു അല്ലെങ്കിൽ പിക്ചേഴ്സ് നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും അങ്ങനെയുള്ള സ്റ്റാച്യൂസും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും നമ്മളെ ഈ 2025 കൂടുതൽ വെൽത്ത് ആൻഡ് അബണ്ടൻസ് ഒക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ആ 4 എലമെൻറ്റ് ക്രോസും നമുക്ക് ഹെൽത്ത് ലക്ക്, ഹാർമണി, വെൽത്ത് ലക്ക്, അബണ്ടൻസ്, ഹാപ്പിനെസ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു സ്റ്റാച്ചു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം കോമൺ ആയിട്ടുള്ള ഏരിയാസിൽ എവിടെയെങ്കിലും ലിവിങ് റൂമിലോ ഡൈനിങ് റൂമിലോ ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ജനറലി നമുക്ക് ഈ 2025 നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫെങ്ഷുയി ടിപ്സ്. ഇപ്പോൾ വെൽത്ത് ലക്ക്, ഹിഡൻ ആയിട്ടുള്ള വെൽത്ത് ലക്ക് എങ്ങനെ ടാപ്പ് ചെയ്യാം ഇങ്ങനെയുള്ള ടിപ്സിലൂടെ എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഹാവ് എ വെരി വണ്ടർഫുൾ, എ വെരി പ്രോസ്പെറസ് ആൻഡ് അബണ്ടന്റ് ഇയർ അഹെഡ്. താങ്ക് യു സോ മച്ച്.